എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. കേൾക്കാൻ താല്പര്യമുള്ള മഹിളാമണികൾ മാത്രം ഇവിടെ നിന്നാൽ മതി. ഇല്ലാത്തവരൊക്കെ കമന്റ് ഇട്ട് മെഴുകാനായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലത് കിട്ടും, അമ്മച്ചിയാണ് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കാറിൻ്റെ പ്രൊമോഷൻ വീഡിയോയുമായിട്ട് പുള്ളിക്കാരത്തി വിദേശത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിദേശത്ത് പോകുന്ന ആ ഒരു സമയത്തും പുള്ളിക്കാരത്തിയെ വിടാതെ നമ്മുടെ ക്യാമറാമാനിമാർ പിറകെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻമാർ പുള്ളിക്കാരത്തിയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് അവനൊക്കെ വീണ് കിട്ടുന്ന സാഹചര്യം മുതലാക്കാനായിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചു പറഞ്ഞൊരു കാര്യമാണ് അയാൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ വീടിന് വേറെ പ്രശ്നമൊന്നുമില്ല, കിച്ചുവിന് കൊടുത്ത വീടാണല്ലോ, ആ വീടിന് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിറോസുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഈ നമ്മുടെ ക്യാമറാമാൻമാർ പറയുകയാണ് ഈ പറയുന്ന പാവം കൊച്ചിൻ്റെ അടുത്ത്. അപ്പോൾ കൊച്ചു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് കുഴപ്പമില്ല, അവൻ പ്രായപൂർത്തിയായ കുട്ടിയാണ്, 21 വയസ്സ് പ്രായമുള്ള ചെക്കനാണ്. അപ്പോൾ അവന് അവൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അവന് അവൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, അത് അവൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അതിനുശേഷവും വിടാതെ നമ്മുടെ ക്യാമറാമാൻമാർ ചോദിക്കുകയാണ്, പുള്ളിക്കാരത്തിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവൻ്റെ മാതാപിതാക്കളും കുറേ ബന്ധുക്കളെല്ലാവരും അവിടെ വന്നിട്ടില്ല കെട്ടിക്കിടക്കുകയാണല്ലോ, അപ്പോൾ അവരൊക്കെ ആ ഒരു വീട് വിട്ട് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കിച്ചു എന്നെങ്കിലും ആ ഒരു വീട്ടിലേക്ക് താമസം വന്നു കഴിയുമ്പോൾ ആ ഒരു വീട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ ഒരു വീട്ടിൽ അത് എല്ലാം പരിഹരിച്ച് റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തിയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കേൾക്കാം. ഏതൊക്കെ അവളുമാര് വന്നെന്നെ പറഞ്ഞാലും സൗകര്യമില്ല അവള് അവന് ജോലിക്ക് ആകുമ്പോൾ ചെയ്യുന്ന കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. ഫിറോസുമായിട്ട് കിച്ചു കമ്പനി ആയ നമുക്ക് എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. KHDC ഫിറോസ് എന്ന വീട് മൂത്ത മകനായ രാഹുൽ ദാസിനും ഇളയ മകനായ ഋതുൽ ദാസിനും ഒരേപോലെ അവകാശത്തിലാണ് കൊടുക്കുന്നത്. ഫിറോസുമായിട്ട് കമ്പനി ആകുന്നതോ ഫിറോസിന്റെ അല്ലെങ്കിൽ വേറെ ആൾക്കാരുമായിട്ട് കമ്പനി ആകുന്നതൊക്കെ അവന്റെ ഇഷ്ടമല്ല, അവന്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. 21 വയസ്സുള്ള ഒരു കുട്ടിയാണ്. കിച്ചുവിന്റെ ഋതുവിന്റെ വീടാണല്ലോ അത്. അപ്പൊ ഇനി ഏതൊക്കെ അവളുമാര് വന്നെന്നെ പറഞ്ഞാലും സൗകര്യമില്ല അവള് അവന് ജോലിക്ക്. പുള്ളിക്കാരത്തി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ആ ഒരു വീടെന്ന് പറഞ്ഞാൽ കിച്ചുവിൻ്റെ മാത്രം വീടല്ല, ഋതപ്പൻ്റെ കൂടി വീടാണ്. ഞാൻ ആ വീട്ടിൽ നിൽക്കാത്തത് കൊണ്ട്, അതായത് പുള്ളിക്കാരത്തി ഭയങ്കര തിരക്കിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് ആ ഒരു വീടുമായിട്ട് നിൽക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കുഞ്ഞിനെ, ചെറിയ കുട്ടിയാണ്, ആ ഒരു കുട്ടിയെ നോക്കാനായിട്ട് ആളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരാളെ കാശ് കൊടുത്ത് നിർത്തേണ്ട കാര്യമില്ല, കാരണം ഇവരുടെ മാതാപിതാക്കൾ നോക്കിക്കോളുമല്ലോ. അച്ഛനാണെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകാനുള്ള സാഹചര്യമില്ല, അയാൾക്ക് ജോലിക്ക് പൊയ്ക്കൂടാ. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീട്ടിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു വീട് കിച്ചുവിൻ്റേത് മാത്രമല്ല ഋതപ്പൻ്റേത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിലെ കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ കിച്ചുവിനും ഋതപ്പനും തുല്യ അവകാശമാണ് എന്ന് ഇവരിങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ്. അത് എനിക്ക് തോന്നുന്നു, ഞാനത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഈ ഒരു റീൽസ് ഇവർ പറയുന്ന ഈ ഒരു സംഭവം കിച്ചു അറിയുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കിച്ചു അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ആ ഒരു വാക്ക് പല ആവർത്തി റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് ഇപ്പോൾ പല റീൽസുകളിലും ആ ഒരു വാക്ക്, അതായത് അവർ എയർപോർട്ടിൽ പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് പറഞ്ഞ ആ ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് റീൽസുകളിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വീട് കിച്ചുവിനും ഋതപ്പനും കൂടി അവകാശപ്പെട്ടതാണ്, കിച്ചുവിന് മാത്രമുള്ളതല്ല. ഋതപ്പൻ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കാര്യത്തിലൊന്നും തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്തും പറഞ്ഞിരിക്കുകയാണ്. അതായത് കിച്ചുവിന് മാത്രമായിട്ട് ഒരു തീരുമാനങ്ങൾ പറയാനോ എടുക്കാനോ പറ്റില്ല, അത് തന്നെയാണ് സാരം. ഋതപ്പൻ ചെറിയ കൊച്ചായതുകൊണ്ട് അവൻ്റെ ഭാഗം അവന് സംസാരിക്കാൻ ഇപ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ഈ സ്ത്രീ പറയുന്നത്. പിന്നീട് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ അവരുടെ 2 മക്കളുടെയും പേരിലുള്ളതാണ്. ഇപ്പോൾ സുധിച്ചേട്ടൻ്റെ മകൻ നമുക്കറിയാം നമ്മുടെ കിച്ചു ആണെന്ന്, അതുപോലെ ഋതപ്പൻ. അപ്പോൾ ഋതപ്പൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീട് വിട്ട് പോവാൻ ഇപ്പോൾ തയ്യാറല്ല. ചിലപ്പോൾ ഇവർ പിന്നീട് വീട് മേടിച്ചെന്നിരിക്കും, മേടിക്കാതെയും ഇരിക്കും എന്ന് കരുതിയിട്ട് ആ ഒരു വീട് വിട്ട് പോകാനായിട്ട് ഇവർ തയ്യാറല്ല. അങ്ങനെ ഇപ്പോൾ പോകുന്നില്ല. ആരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അവരെ ആ ഒരു വീട്ടിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു വീട്ടിൽ നിന്ന് മാറണമെന്ന് ഇവിടെ ആരും പറയുന്നില്ല. നിങ്ങളുടെയൊക്കെ വായിൽ നിന്നൊക്കെ വീഴുന്ന അഹങ്കാര വാക്കുകൾ കൊണ്ടാണ് ജനങ്ങൾ നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.